സംസ്ഥാനത്തെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി സർക്കാർ നയം വ്യക്തമാക്കിയത്. നെൽകൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി 100 ദിന കർമ്മ പരിപാടി മന്ത്രിസഭ ആവിഷ്കരിച്ചിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരമുള്ള ഡേറ്റാ ബാങ്ക് രൂപീകരിക്കുകയാണ് ആദ്യപടി. വയലുകൾ നികത്താൻ അനുവദിക്കില്ല. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് 1 ഇഞ്ച് ഭൂമി പോലും നികത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാവും. സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ സ്കേഴ്സിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്ഥലം തരിച്ചു കിടക്കുന്നത് അത് ക്രിമിനൽ കുറ്റമായി കാണേണ്ട ഒരു കാര്യമാണ്. കൃഷി ചെയ്യാൻ ഉപയുക്തമായിട്ടും തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഇത് കൃത്യമായൊരു മാപ്പിംഗ് സമയബന്ധിതമായി നമ്മൾ നടത്തേണ്ടതുണ്ട്. കര നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഏക്കറിന് 5000 രൂപ സബ്സിഡി നൽകും. ജൈവ പച്ചക്കറി സോണുകൾ പ്രഖ്യാപിക്കും. ജൈവ പച്ചക്കറിയുടെ പേരിൽ കീടനാശിനി കലർന്നവ വിൽക്കുന്നത് തടയും. കീടനാശിനി ലോബിയുടെ അവിശുദ്ധ ഇടപാടുകൾ ഇല്ലാതാക്കാനും കുത്തക കമ്പനികളുടെ വിത്തിനങ്ങൾ പിൻവലിപ്പിക്കാനും നടപടി സ്വീകരിക്കും. പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറും ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൃഷിക്കാരന്റെ മേൽ കൃഷി ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധന്മാരെക്കാൾ കൂടുതലായി പെസ്റ്റിസൈഡ്സ് ലോബി സ്വാധീനം ചെലുത്താൻ കഴിയാവുന്ന വിധത്തിലുള്ള നെക്സസ് കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ആ നെക്സസിനെ ശക്തമായ നിലയിൽ നമ്മൾ പൊളിക്കും. പച്ചക്കറി വിലക്കയറ്റം തടയാൻ ഹോർട്ടികോർപ്പുമായി ചേർന്ന് വിപണിയിൽ ഇടപെടുമെന്നും കൃഷിമന്ത്രി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.